സക്സസ് ഫയലിലേക്ക് സ്വാഗതം. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായിട്ട് ബന്ധിപ്പിക്കുന്നു? പനാമ കനാൽ പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രം. PK കാളൻ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? PK കാളൻ ഗദ്ദിക്കയാണ്. ഗദ്ദിക്ക കലാകാരനാണ് PK കാളൻ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു. എലിപ്പനി ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ. പൈറോഹീലിയോമീറ്റർ സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് അറിയപ്പെട്ടത്? ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ ദേവിക റാണി റോറിച്ച് ആണ്. ദേവിക റാണി റോറിച്ച് ആണ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് അറിയപ്പെട്ടത്. ദേവിക റാണി റോറിച്ച്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 55. അനുച്ഛേദം 55 ആണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഏത് അനുച്ഛേദമാണ്? 55ാമത്തെ അനുച്ഛേദമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമം. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. KT കോശി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? പാലക്കാട് ചുരം കേരളത്തിലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായിട്ടാണ് യോജിപ്പിക്കുന്നത്. കോയമ്പത്തൂർ. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യത്തെ മലയാളി ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് C ബാലകൃഷ്ണൻ. C ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? C ബാലകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. പത്മശ്രീ PT ഉഷയാണ്. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളിയായ കായിക താരമാണ് PT ഉഷ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്ന അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ആണ്. അതുപോലെ വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെട്ടതും ആരാണ്? നെപ്പോളിയൻ. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്.
നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്? നരകത്തിൽ നിന്ന്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. നോവലിന്റെ പേര് നരകത്തിൽ നിന്ന്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാണ്? ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിന്റെ ആകൃതിയിലുള്ള സമുദ്രം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിന്റെ ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം. ത്രികോണാകൃതിയിലുള്ളത് പസഫിക് സമുദ്രമാണ്. എസിന്റെ ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത്? ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ത്രസൈറ്റ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ? റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ OA സ്മിത്ത്. OA സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആയിരുന്നത് OA സ്മിത്ത് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ആന്ത്രോത്ത്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ്? ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെബർലാൻഡ് ആണ്. ഹെബർലാൻഡ് ആണ് ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കുതിരയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? കുതിരയുടെ ക്രോമസോം സംഖ്യ 64 ആണ്. 64. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിൻ ആണ്. ടയലിൻ. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ദ്രുതവാട്ടം എന്ന രോഗം ബാധിക്കുന്നത് ഏത് വിളയെയാണ്? കുരുമുളകാണ്. കുരുമുളകിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? രോഗത്തിന്റെ പേര് മീനമാത രോഗം. അന്തരീക്ഷത്തിൽ മെർക്കുറിയുടെ മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാത രോഗം. മെർക്കുറി. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത് ആരാണ്? കൊച്ചി ബിനാലെ സ്ഥാപിച്ചത് ബോസ് കൃഷ്ണമാചാരിയാണ്. ബോസ് കൃഷ്ണമാചാരിയാണ് കൊച്ചി ബിനാലെ സ്ഥാപിച്ചത്. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഹോർമോണിന്റെ പേര് അഡ്രിനാലിൻ. ഏത് മരത്തിന്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ക്രിക്കറ്റ് ബാറ്റ്. വില്ലോ മരമാണ്. വില്ലോ മരത്തിന്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത്? ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്താണ് ശ്രീകണ്ഠപുരം. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം? ശിശു സൗഹൃദ സംസ്ഥാനം കേരളം. വോട്ടർമാരുടെ പേര് ചേർക്കൽ ആരുടെ ഉത്തരവാദിത്തമാണ്? വോട്ടർമാരുടെ പേര് ചേർക്കൽ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇലക്ഷൻ കമ്മീഷൻ. അന്യായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? അന്യായമായിട്ടുള്ള തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജിയാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. 1950 ഇന്ത്യൻ പാർലമെന്റിൽ കരുതൽ തടങ്കൽ നിയമം സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചത് ആരാണ്? 1950 ഇന്ത്യൻ പാർലമെന്റിൽ കരുതൽ തടങ്കൽ നിയമം സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചത് സർദാർ പട്ടേലാണ്. സർദാർ പട്ടേൽ. ലോക വ്യാപാര സംഘടന മുൻപ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലോക വ്യാപാര സംഘടന അറിയപ്പെട്ടിരുന്നത് ഗാട്ട് എന്നാണ്. ഗാട്ട്. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വാഗൺ ട്രാജഡി മലബാർ കലാപം.
ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യത്തെ നഗരം ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യത്തെ നഗരം മുംബൈയാണ്, മുംബൈ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായ്ക്കന്മാർ, ചോല നായ്ക്കന്മാർ. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്. പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ ആണ്, എബ്രഹാം ലിങ്കൺ. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്, ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ആരാണ്? പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ഉള്ളൂരാണ്, ഉള്ളൂർ. പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി ഏതാണ്? പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? 6 മാസമാണ്, 6 മാസം. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? മൗലികാവകാശങ്ങൾ 6 മൗലികാവകാശങ്ങളാണ് അവ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഭരണഘടനാ പരിഹാരങ്ങൾക്കായുള്ള അവകാശം. ഇങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്, പഞ്ചാബ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 1664. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണ്, സാർട്ടോറിയസ്. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് അഭിനവ ഭോജൻ കൃഷ്ണദേവരായറാണ്, കൃഷ്ണദേവരായർ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്, വിൻസ്റ്റൺ ചർച്ചിൽ. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 153, ആർട്ടിക്കിൾ 153 ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സംസ്ഥാന ഗവർണർ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്, ഗ്രാമസഭ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം? ടോക്കോഫെറോൾ ജീവകം ഇ ആണ്, ജീവകം ഇ ആണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. റെഡ് ക്രോസ് ദിനം? റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 8, മെയ് 8 റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിൽ ചീന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം? ചീന കളിമണ്ണ് കേരളത്തിൽ സുലഭമായി കാണപ്പെടുന്നത് കുണ്ടറയിലാണ്, കുണ്ടറ. ബുള്ളി എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഹോക്കി. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? കവിതയുടെ പേര് എൻ്റെ ഗുരുനാഥൻ. ആരുടെ കൃതിയാണ്? വള്ളത്തോളിൻ്റെ കൃതിയാണ്. ഈ കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെക്കുറിച്ചാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആര്? ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാൽ, ബിപിൻ ചന്ദ്രപാൽ.
ഇന്ത്യൻ മാക്കിയവല്ലി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ മാക്കിയവല്ലി ചാണക്യനാണ്, ചാണക്യൻ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം മാനവേദൻ. കൃഷ്ണനാട്ടമാണ്, കൃഷ്ണനാട്ടം. കൊറോണാഗ്രാഫ് കണ്ടുപിടിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ, കൊറോണാഗ്രാഫ് ബെർണാഡ് ലിയോട്ടാണ്, ബെർണാഡ് ലിയോട്ട്. ഇതയക്കനി എന്നറിയപ്പെടുന്നത്, ഇതയക്കനി ജയലളിതയാണ്. എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ, എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ പേര് എലിപ്പത്തായം. വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്ന വർഷം, വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്നത് 1502 ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയിൽ വന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. രണ്ടാം തവണ ഇന്ത്യയിൽ വന്നത് 1502. വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര്, വടക്കു കിഴക്കൻ മൺസൂൺ തുലാവർഷമാണ്. വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് തുലാവർഷം. അടുത്ത ചോദ്യം, ദേശ് നായക് എന്ന് അറിയപ്പെടുന്നത്, ദേശ് നായക് എന്നറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അങ്ങനെയെങ്കിൽ ലോക് നായക് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് കമന്റ് ചെയ്യുക. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്, സ്വാമി ദയാനന്ദ സരസ്വതി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി മഹാത്മാഗാന്ധിയാണ്, മഹാത്മാഗാന്ധി. വേദ സമാജം സ്ഥാപിച്ചത്, വേദ സമാജം ശ്രീധരലു നായിഡു. വേദ സമാജം സ്ഥാപിച്ചത് ആരാണ്? ശ്രീധരലു നായിഡു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായ് നവറോജിയാണ്, ദാദാബായ് നവറോജി. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്, ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്, സുഭാഷ് ചന്ദ്രബോസ്. സൂര്യപ്രകാശ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്, സൂര്യപ്രകാശ വിറ്റാമിൻ അല്ലെങ്കിൽ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്, വിറ്റാമിൻ ഡി. സ്കർവി രോഗം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്? സ്കർവി വിറ്റാമിൻ സി ആണ്, വിറ്റാമിൻ സി. ദീർഘകാലത്തെ വിറ്റാമിൻ B1 അപര്യാപ്തത ഏത് രോഗത്തിലേക്ക് നയിക്കുന്നു? വിറ്റാമിൻ B1, ബെറിബറി. ബെറിബറി എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ്? വിറ്റാമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്, നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര്, നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി, നീതി ആയോഗ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്, 2015 ജനുവരി 1. നുബ്ര നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നുബ്ര നദി ഉത്ഭവിക്കുന്നത് സിയാച്ചിൻ മഞ്ഞുമലയിലാണ്, സിയാച്ചിൻ മഞ്ഞുമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി. പയ്യന്നൂരില് ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? എവിടെയാണ്? പയ്യന്നൂരില്. പയ്യന്നൂരില് ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് സ്വാമിയാനന്ദ തീർത്ഥനാണ്, സ്വാമിയാനന്ദ തീർത്ഥൻ. പരമഭട്ടാര ദർശനം രചിച്ചത്, പരമഭട്ടാര ദർശനം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. കൃതിയുടെ പേര് പരമഭട്ടാര ദർശനം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത്, കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ
കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാര്? ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദനാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത്, മൂന്നാം ധ്രുവം സിയാച്ചിനാണ്. സിയാച്ചിൻ. ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷമാണ്. 5 വർഷം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത്, സമ്പുഷ്ട യുറേനിയം യുറേനിയം 235 ആണ്. യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം. നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബിന്റെ പേര്? നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബാണ് ഫാറ്റ്മാൻ. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര? പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് രൂപപ്പെടുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ആകാശവാണിയുടെ ആപ്തവാക്യം? ആകാശവാണിയുടെ ആപ്തവാക്യമാണ് ബഹുജനഹിതായ ബഹുജന സുഖായ എന്നത്. ബഹുജനഹിതായ ബഹുജന സുഖായ എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ആകാശവാണിയുടെ ആപ്തവാക്യമാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.